BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. SIR-ന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ന്യൂനപക്ഷ സ്വാധീന മേഖലകളിൽ പോളിംഗ് കൂടിയത് UDF-ന് 5 മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. കോഴിക്കോട് സൗത്ത്, നാദാപുരം, തിരുവമ്പാടി, കുറ്റ്യാടി, കൊടുവള്ളി എന്നിവിടങ്ങളിലാണ് ഇത് വിജയത്തിൽ നിർണായകമാവുക. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-നൊപ്പമായിരുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇത്തവണ UDF-നൊപ്പമാണെന്നാണ് കണക്കുകൂട്ടൽ. അത് തിരുവമ്പാടിയിൽ ഗുണം ചെയ്യുമെന്ന് UDF നേതാക്കൾ പറയുന്നു. തിരുവമ്പാടിയിൽ 1,54,261 വോട്ടുകളാണ് പോൾ ചെയ്തത്. ആകെ വോട്ടുകളുടെ 80.36%. തിരുവമ്പാടിയിൽ മുസ്ലിം വോട്ടുകൾ 40%, ക്രിസ്ത്യൻ വോട്ടുകൾ 20%-ന് മുകളിലും വരും. 60% മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ. അതിൽ കൂടുതലും തങ്ങൾക്ക് ലഭിക്കുമെന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. കോഴിക്കോട് സൗത്താണ് മറ്റൊരു പ്രധാന മണ്ഡലം. അവിടെ 52% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. 1,26,443 വോട്ടുകളാണ് പോൾ ചെയ്തത്. തീരദേശത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് ആണ് നടന്നത്. മാത്രമല്ല 4 മാസം മുൻപ് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ 12 വാർഡുകളിലാണ് UDF ജയിച്ചത്. അതും ന്യൂനപക്ഷ സ്വാധീന മേഖലകളിലാണ് കൂടുതലും. സൗത്തിൽ LDF-ന് 9 വാർഡുകളെ കിട്ടിയുള്ളൂ. മാത്രമല്ല മണ്ഡലത്തിൽ NDA ആണ് പ്രചാരണ രംഗത്ത് ഏറ്റവും മുന്നിൽ നിന്നത്. SIR-ന് പുറമെ ഇതും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടാൻ കാരണമാവുമെന്നാണ് UDF കരുതുന്നത്. നാദാപുരത്ത് 40% മുസ്ലിം വോട്ടുകളും 10% ക്രിസ്ത്യൻ വോട്ടുകളുമുണ്ട്. 1,85,686 വോട്ടുകളാണ് പോൾ ചെയ്തത്. 12,000-ഓളം പ്രവാസികൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അനുകൂലമായി വരുന്നതോടെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. നാദാപുരത്തെ ന്യൂനപക്ഷ മേഖലകളിൽ മികച്ച പോളിംഗ് നടന്നിട്ടുണ്ട്. കൊടുവള്ളിയിൽ 50%-ഓളം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. കൊടുവള്ളി നഗരസഭയിലും കിഴക്കോത്ത് പഞ്ചായത്തിലുമാണ് മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ളത്. ഇത് രണ്ടും ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളുമാണ്. 1,63,303 വോട്ടുകളാണ് മണ്ഡലത്തിൽ പോൾ ചെയ്തത്. 80.98%. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കുമെന്നാണ് UDF പറയുന്നത്. അതേസമയം കൊടുവള്ളിയിൽ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ LDF-ന് അനുകൂലമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ലീഗ് സ്വാധീന മേഖലകളല്ലാത്ത ഇടങ്ങളിൽ LDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കുറ്റ്യാടി UDF-ഉം LDF-ഉം ഒരുപോലെ കടുത്ത വെല്ലുവിളി നേരിടുന്ന മണ്ഡലമാണ്. മറ്റു മണ്ഡലങ്ങളെ പോലെ UDF കുറ്റ്യാടി 100% ഉറപ്പിക്കുന്നില്ല. കുറ്റ്യാടിയിൽ 10,000-ഓളം പ്രവാസി വോട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ 40% ന്യൂനപക്ഷ വോട്ടുകൾ. അതിൽ ഭൂരിഭാഗവും അനുകൂലമായി മാറുമെന്നാണ് UDF കരുതുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF-ന് അനുകൂലമായി വരുമെന്ന വിലയിരുത്തൽ കൊണ്ടാണ് LDF ജില്ലയിൽ 8 സീറ്റുകളെ ലഭിക്കുകയുള്ളൂ എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തിയത്. UDF അനുകൂല തരംഗമുണ്ടായാൽ LDF-ന്റെ സീറ്റുകളുടെ എണ്ണം 5ആയി ചുരുങ്ങുമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. UDF ജില്ലയിൽ 9 സീറ്റ് വരെയാണ് പ്രതീക്ഷിക്കുന്നത്. UDF മുന്നേറ്റമുണ്ടായാൽ മുസ്ലിം ലീഗിനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക. കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കുന്നമംഗലം മണ്ഡലങ്ങളിലാണ് ലീഗ് കൂടുതൽ ഉറപ്പിക്കുന്നത്. കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും വിജയ പ്രതീക്ഷയുണ്ട്. കോൺഗ്രസ് 5 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. നാദാപുരം, ബാലുശ്ശേരി, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയം ഉറപ്പാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. എലത്തൂരിലും അട്ടിമറി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോഴിക്കോട് ജില്ലയിലെ CPM കണക്കിൽ വിജയ സാധ്യത 4 മണ്ഡലങ്ങളിൽ മാത്രം. ബേപ്പൂർ, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, എലത്തൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് CPM ജയം ഉറപ്പിക്കുന്നത്. 5 മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമെന്നാണ് CPM വിലയിരുത്തൽ. വടകര, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, നാദാപുരം എന്നീ 4 മണ്ഡലങ്ങളിൽ തോൽക്കുമെന്നാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. വടകരയിൽ SDPI സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ നിർണായകമാകും. പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും ഇടത് സ്ഥാനാർത്ഥികൾ കണക്കിലും പിന്നിലാണെങ്കിലും വ്യക്തിഗത വോട്ട് കൂടി ലഭിച്ചാൽ ജയിച്ചു കയറും എന്ന് CPM കണക്കുകൂട്ടുന്നു. തിരുവമ്പാടി, കുന്നമംഗലം, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ കനത്ത പോരാട്ടമെന്നും CPM വിലയിരുത്തുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.